കനത്ത മഴയിൽ കൊല്ലം ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടം. മങ്ങാട് സ്കൂൾ ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കൊല്ലം കടക്കലിൽ മരം വീണ വീട് ഭാഗികമായി നശിച്ചു. നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പാലരുവി വെള്ളച്ചാട്ടത്തിൽ നിരോധനവും ഏർപ്പെടുത്തി. ജില്ലയിൽ കിഴക്കൻ മേഖലയിലും മഴ ശക്തമാണ്. ജില്ലയിലെ കിഴക്കൻ മേഖലയിലടക്കം രാവിലെ മുതൽ കനത്ത മഴയാണ്. മഴ ശക്തമായതോടെ വിവിധയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് ആറോ ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം കടപുഴകി വീണ് 2 വാഹനങ്ങളുടെ ചില്ല് തകർന്നു. കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിലേക്കാണ് മരം വീണത്. കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ അപകടം ഒഴിവായി. മങ്ങാട് സ്കൂൾ ബസിന് മുകളിലും മരം വീണു. ബസ്സിൽ കുട്ടികളുണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കിഴക്കൻ മേഖലയായ കടക്കലിൽ വീടിന് മുകളിലും മരം വീണു. കുറ്റിക്കാട് സ്വദേശി വിജയലക്ഷ്മിയുടെ വീടാണ് തകർന്നത്. നമുക്ക് ആ അമ്മ ഇതിനകത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാറ്റടിച്ച് ഇതെല്ലാം കൂടെ മറിഞ്ഞ് വൃക്ഷങ്ങൾ മറിഞ്ഞ് ഇതിനകത്ത് വീഴുന്നത്. അമ്മ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. ചെവിയും കേൾക്കത്തില്ല, കണ്ണും കാണത്തില്ല. അയൽവക്കത്തെ ഒരു സ്ത്രീയാണ് അവരെ വന്ന് പിടിച്ചിറക്കിയത്. ഞങ്ങൾക്ക് ഇനി കിടക്കാനും ഇരിക്കാനും എങ്ങും ഭൂമിയില്ല, കിടക്കാടം ഇല്ല അമ്മക്ക്. മഴ കനത്തതോടെ പാലരുവി വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി. ജലപാതത്തിൽ നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് നടപടി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധനം തുടരും. ജനം, കൊല്ലം.